ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് കൺവേർഷൻസ് ആണ്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ കുറച്ച് കൺവേർഷൻ ഫാക്ടേഴ്സ് എഴുതിയിട്ടുണ്ട്. ഒന്ന് അറ്റ്മോസ്ഫിയർ പാസ്കലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്രോസ് ഇട്ടത് മൾട്ടിപ്പിൾ ബൈ എന്നാണ്. മൾട്ടിപ്പിൾ ബൈ 101.325 അല്ലെങ്കിൽ 1.01325. ദെൻ കലോറി ജൂളാക്കാൻ മൾട്ടിപ്പിൾ ബൈ 4.18 സെൻറ്റിമീറ്റർ മീറ്റർ ആക്കാൻ 10⁻². ദെൻ നമുക്കറിയാവുന്നതാണ് ഫുട്ട് മീറ്റർ ആക്കാൻ അല്ലെങ്കിൽ ഫീറ്റ് മീറ്റർ ആക്കാൻ മൾട്ടിപ്പിൾ ബൈ 0.3048. ദെൻ പൗണ്ടിനെ കിലോഗ്രാം ആക്കാൻ 0.4536. അതേപോലെ ഡിഗ്രി ഫാരൻഹീറ്റ് ഡിഗ്രി സെൽഷ്യസ് ആക്കാൻ 5/9. ഇതെപ്പോഴാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ കോമ്പിനേഷൻ വരുമ്പോഴാണ്. നമുക്കറിയാം സാധാരണ ഡിഗ്രി സെൽഷ്യസ് ഡിഗ്രി ഫാരൻഹീറ്റ് കൺവേർഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഗ്രി ഫാരൻഹീറ്റ് -32 × 5/9 ആയിരിക്കും ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൺവേർഷൻ വരുമ്പോൾ. അതേപോലെ തന്നെ കെൽവിൻ ആണെങ്കിൽ നമുക്കറിയാം ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു കെൽവിൻ -273. ഇതെപ്പോഴും ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ടെമ്പറേച്ചർ ചേഞ്ച് മാത്രം. അതല്ലാതെ കോമ്പിനേഷൻ വരുന്ന കേസാണ് ഞാൻ പറഞ്ഞത് മൾട്ടിപ്പിൾ ബൈ 5/9. ഫോർ എക്സാമ്പിൾ എൻ്റെ ഹീറ്റ് കപ്പാസിറ്റി CP ഈക്വൽ ടു ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഇതെനിക്ക് കൺവേർട്ട് ചെയ്യണം ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസിലേക്ക്. അതായത് CP ജൂൾ പെർ കിലോഗ്രാം കെൽവിന് ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒന്നും ചെയ്യേണ്ട, സെയിം വാല്യൂ തന്നെയാണ്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് ടു കെൽവിന് കോമ്പിനേഷൻ വരുമ്പോൾ ഒന്നും ചെയ്യേണ്ട. ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹീറ്റ് കപ്പാസിറ്റി CP നമുക്കറിയാവുന്ന ഇക്വേഷനാണ് Q ഈക്വൽ ടു mCp ΔT. അപ്പോൾ CP എന്ന് വെച്ചാൽ എന്താ വരിക എന്ന് വെച്ചാൽ Q/m ΔT അല്ലേ. ഇവിടെ ΔT എന്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വരാം. എൻ്റെ ഇപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് 1 ഡിഗ്രി സെൽഷ്യസ് നിന്ന് 4 ഡിഗ്രി സെൽഷ്യസ് ആയി. അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് എത്രയാണെന്ന് വെച്ചാൽ 4 - 1 3 അല്ലേ. ഇത് കെൽവിനിൽ എടുക്കുകയാണെങ്കിലും 274 ഉണ്ടാവും, ഇത് 277 ഉണ്ടാവും അല്ലേ. അപ്പോൾ വ്യത്യാസം ΔT എത്രയെന്ന് വെച്ചാൽ 3 ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ജൂൾ പെർ കിലോഗ്രാം കെൽവിനും ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആക്കുമ്പോൾ അതായത് അതിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ ഇവിടെ മെയിനായിട്ട് വരുന്ന ΔT ആണ്. അപ്പോൾ ഈ കെൽവിനെ ഡിഗ്രി സെൽഷ്യസ് ആക്കുമ്പോൾ എന്ത് ചെയ്യേണ്ട, 273 വെച്ച് ആഡ് ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ ഒന്നും പോകേണ്ട കാര്യമില്ല, ജസ്റ്റ് മൾട്ടിപ്പിൾ ബൈ 1. അപ്പോൾ എൻ്റെ കൺവേർഷനിൽ നമുക്കറിയാം ഡിഗ്രി സെൽഷ്യസ് കെൽവിനാക്കുമ്പോൾ അഡീഷൻ അല്ലെങ്കിൽ തിരിച്ചാണെങ്കിൽ സബ്ട്രാക്ഷൻ. അപ്പോൾ ഈ അഡീഷനോ സബ്ട്രാക്ഷനോ വരുന്ന സമയത്ത് നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന സമയത്ത് അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിഗ്രി സെൽഷ്യസ് ഡിഗ്രി ഫാരൻഹീറ്റ് കൺവേർഷൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ ബൈ 5/9 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബൈ 9/5. അതായത് ഫാരൻഹീറ്റിനെ സെൽഷ്യസിലേക്ക് മാറ്റുമ്പോൾ ഈ ടേമിൻ്റെ കൂടെ അഡീഷണലായിട്ട് എന്തും കൂടെ വരുന്നുണ്ട്, ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേം 5/9 വരുന്നുണ്ട്, അതും കൂടെ എഫക്റ്റ് ആവും. അതായത് ഇത് 274 എന്ന് പറയുമ്പോൾ വെറും അഡീഷൻ മാത്രമാണ്. പക്ഷേ ജനറലി നമ്മൾ ഈ ΔT എടുക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേമിന് അതിന് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിഗ്രി ഫാരൻഹീറ്റ് ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ കോമ്പിനേഷൻ്റെ കേസിൽ മൾട്ടിപ്പിൾ ബൈ 5/9. ഡിഗ്രി സെൽഷ്യസ് ഡിഗ്രി ഫാരൻഹീറ്റ് ആക്കുമ്പോൾ നേരെ തിരിച്ച് മൾട്ടിപ്പിൾ ബൈ 9/5. ഇതേപോലെ തന്നെയാണ് ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ ആക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്പിൾ ബൈ 5/9. തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്പിൾ ബൈ 9/5. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി ടെമ്പറേച്ചർ മാത്രമാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞ ഈ കോമ്പിനേഷൻ ഇപ്പോൾ CPൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതേപോലെ ഡിഗ്രി ഫാരൻഹീറ്റ് ജൂൾ പെർ കിലോഗ്രാം കെൽവിനെ ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി ഫാരൻഹീറ്റ് ആക്കുകയാണെങ്കിൽ കെൽവിൻ ടു ഡിഗ്രി ഫാരൻഹീറ്റ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാം, 9/5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു 1 സെൻറ്റിമീറ്റർ 10⁻² മീറ്ററാണ്. അപ്പോൾ ഞാൻ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ 10⁻² മീറ്റർ ഇതിൻ്റെ പവറിൽ എന്ത് എടുക്കണം, 2 എടുക്കണം അല്ല, സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ എന്ത് വരും, 10⁻⁴ മീറ്റർ സ്ക്വയർ. ഇനി ഇതേപോലെ ഞാൻ സെൻറ്റിമീറ്റർ ക്യൂബാണ് എടുക്കുന്നതെങ്കിൽ 10⁻² മീറ്റർ പവറിൽ 3. അപ്പോൾ എന്ത് വരും,
10⁻⁻6 മീറ്റർ ക്യൂബ്. റെഡി അല്ലേ? അതായത് ഈ കൺവേർഷൻ ഫാക്ടറിൻ്റെ കൂടെ പവറിൽ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ഇക്വേഷനിൽ ഇപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്, ദെൻ സി പിൻ്റെ പവറിൽ ഒരു 0.7 ഉണ്ട്, മാസ് വെലോസിറ്റീൻ്റെ പവറിൽ ഒരു 0.6 ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഞാൻ സി പിൻ്റെ യൂണിറ്റ് ഇപ്പോൾ MK സിസ്റ്റത്തിലാണ് അല്ലെങ്കിൽ BTU പെർ ഹവർ ഡിഗ്രി ഫാൻ ഹീറ്റിലാണ്. അപ്പോൾ അത് ഞാൻ ജൂൾ പെർ കിലോഗ്രാം കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ സെൻറ്റിമീറ്റർ മീറ്റർ ആക്കുമ്പോൾ 10⁻². സെൻറ്റിമീറ്ററിൻ്റെ പവറിൽ എന്താണോ വരുന്നത് അത് ആർക്കും കൂടെ ബാധകമാണ്, കൺവേർഷൻ ഫാക്ടറിനും കൂടെ ബാധകമാണ്. അപ്പോൾ ഞാൻ CP കൺവേർട്ട് ചെയ്യുമ്പോൾ ആ കൺവേർഷൻ ചെയ്തതിന് ശേഷം പവറിൽ എന്തും കൂടെ ഇടണം, 0.7 കൂടെ ഇടണം ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. അതേപോലെ G ഞാൻ ആദ്യം കൺവേർട്ട് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പവറിൽ എന്താണോ ഉള്ളത് അതും കൂടെ ഞാൻ യൂസ് ചെയ്യണം. അതാണ് ഈ കൺവേർഷനിൽ നമ്മൾ 10 മാർക്കിന് അല്ലെങ്കിൽ 9 മാർക്കിന് ചോദിക്കുമ്പോൾ ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മളെ കൺവേർഷൻ ചെയ്യുന്നതാണ്. ഞാൻ കുറച്ച് എഴുതിയായിരുന്നു. അറ്റ്മോസ്ഫിയർ പാസ്കലാക്കുക 101325, ദെൻ സെൻറ്റിമീറ്റർ മീറ്റർ 10⁻², പൗണ്ട് കിലോഗ്രാം 0.453, ദെൻ അതേപോലെ BTU ജൂളാക്കുകയാണെങ്കിൽ 1055 ജൂള്, കലോറി ജൂളാക്കുകയാണെങ്കിൽ 4.18 ജൂള്. അപ്പോൾ ഈ കൺവേർഷൻസ് ആദ്യം നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കാം. ദെൻ കുറേയൊക്കെ നിങ്ങൾ കാൽക്കുലേറ്ററിലുണ്ട് കൺവേർഷൻസ് ആയിട്ട്, അതില്ലാത്ത നോക്കി പഠിച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ മാത്രം ആദ്യം നമ്മൾ കൺവേർഷൻ ചെയ്യണം, അതിനുശേഷം ആ ഇക്വേഷനിൽ പവറിൽ എന്താണോ ഉള്ളത് അതും കൂടെ ചെയ്യണം. അതാണ് മെത്തേഡ്. ഓക്കെ, ഞാൻ ഈ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കണം. നമ്മൾ കെൽവിനും ഡിഗ്രി സെൽഷ്യസും പറഞ്ഞ കേസ് ഇതിൽ ഞാൻ പറഞ്ഞു, കോമ്പിനേഷൻ വരുന്ന കേസാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് മൾട്ടിപ്ലൈ 1 ചെയ്താൽ മതി. ടെമ്പറേച്ചർ കൺവേർഷൻസും ആണെങ്കിൽ മാത്രം ഇത് അപ്ലൈ ചെയ്താൽ മതി. അതേപോലെ തന്നെ ഡിഗ്രി ഫാരൻഹീറ്റ് ഡിഗ്രി സെൽഷ്യസ്, അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സബ്ട്രാക്ഷൻ അഡീഷൻ അല്ലാതെ മൾട്ടിപ്ലിക്കേഷൻ ടേംസും കൂടി ഉണ്ട്, അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഡിഗ്രി ഫാരൻഹീറ്റ് ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ 5/9, തിരിച്ചാണെങ്കിൽ 9/5, കെൽവിൻ ടു ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കോമ്പിനേഷൻ വരുമ്പോൾ. ഇതിനൊരു പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. കൺവേർട്ട് ദി ഫോളോയിങ് എംപിരിക്കൽ ഇക്വേഷൻ ഇൻ ടു SI യൂണിറ്റ്സ്. H is equal to 0.026, G to the power 0.8, K to the power 0.67, Cp to the power 0.5, D to the power 0.2, mu to the power 0.47. അതിൽ യൂണിറ്റ് തന്നിട്ടുണ്ട്. H is heat transfer coefficient in BTU per hour feet square degree Fahrenheit. ഇത് മൊത്തത്തിൽ ഡിനോമിനേറ്ററിലാണ് ഉദ്ദേശിക്കുന്നത്, ഹവർ ഫീറ്റ് സ്ക്വയർ ഡിഗ്രി ഫാരൻഹീറ്റ്. ദെൻ G is mass velocity of liquid in pound per feet square degree ഫീറ്റ് സ്ക്വയർ ഹവർ. ഇതും അതേപോലെ തന്നെ BTU per feet hour degree Fahrenheit. K is thermal conductivity. Cp specific heat in BTU per pound degree Fahrenheit. Then D diameter in feet, mu viscosity in pound per feet hour. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇതൊരു 10 മാർക്ക് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് കൺവേർഷനാണ്, SIയിലേക്ക് കൺവേർഷനാണ്. അതായത് H, G, K, Cp, D, mu ഇതെല്ലാം SIയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ Hൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ SIയിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ BTUനെ ജൂളാക്കണം, ഹവർ സെക്കൻഡ് ആക്കണം, ഫീറ്റ് സ്ക്വയർ മീറ്റർ സ്ക്വയർ ആക്കണം, ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ ആക്കണം. ദെൻ ഇവിടെയാണെങ്കിൽ പൗണ്ടിനെ കിലോഗ്രാം ആക്കണം, ദെൻ ഫീറ്റ് സ്ക്വയർ മീറ്റർ സ്ക്വയർ ആക്കണം, ഹവർ സെക്കൻഡ് ആക്കണം. ദെൻ ഇവിടെയാണെങ്കിൽ ജൂള് മീറ്റർ സെക്കൻഡ് കെൽവിൻ. ദെൻ ഇവിടെ CPയുടെ കേസാണെങ്കിൽ ജൂള് BTUനെ ജൂളാക്കണം, പൗണ്ടാണെങ്കിൽ കിലോഗ്രാം ആക്കണം, കെൽവിൻ ആക്കണം. അല്ല, ഡയമീറ്ററിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫീറ്റിനെ മീറ്റർ ആക്കണം. ദെൻ വിസ്കോസിറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പൗണ്ടിനെ കിലോഗ്രാം ആക്കണം, ഇത് മീറ്റർ ആക്കണം, ഇത് സെക്കൻഡ് ആക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് കൺവേർഷൻസ് വേണ്ടത്. ഞാൻ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ H SI യൂണിറ്റിലല്ല, നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ഒരു SI യൂണിറ്റിലേക്കാണ്. അപ്പോൾ SI യൂണിറ്റിലേക്കുള്ള വാല്യൂസിന് ഞാൻ കൊടുക്കുകയാണ് H'. അതേപോലെ ഇത് G ആണ്, സോ SI യൂണിറ്റിന് ഞാൻ കൊടുക്കുകയാണ് G'. ഇത് K ആണ്, SI യൂണിറ്റിന് ഞാൻ കൊടുക്കുകയാണ് K'. അതേപോലെ CP, CP', Dക്ക് പകരം D', മ്യൂവിന് പകരം mu'.
ഓക്കെ, ഇത്രയേ ഉള്ളൂ. എച്ച് എന്ന് പറയുന്നത് എച്ച് ഡാഷ് ആക്കുക എന്നുള്ളതാണ് എൻ്റെ എയിം. എന്ന് വെച്ചാൽ എസ് ഐ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതേപോലെ ജീനെ എസ് ഐയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിന് ജി ഡാഷ് കൊടുക്കുകയാണ്. എല്ലാതും അതേപോലെ തന്നെ കെ ഡാഷ്, സി പി ഡാഷ്, ഡി ഡാഷ്, മ്യൂ ഡാഷ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എച്ച് ബി ടി യു പെർ ഹവർ ഫീറ്റ് സ്ക്വയർ ഡിഗ്രി ഫാൻ ഹീറ്റാണ്. എനിക്ക് എസ് ഐ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ബി ടി യുവിനെ ജൂൾ ആക്കുക എന്ന് പറയുമ്പോൾ 1 ബി ടി യു 1555 ജൂളാണ്. അതേപോലെ ഹവറിനെ സെക്കൻഡ് ആക്കുമ്പോൾ 3600 സെക്കൻഡാണ്. ദെൻ ഫീറ്റിനെ മീറ്ററിലേക്ക് ആക്കാൻ 0.3048 ആണ്. അപ്പോൾ ഫീറ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.3048ൻ്റെ സ്ക്വയർ. ദെൻ ഡിഗ്രി ഫാൻ ഹീറ്റ് കെൽവിനാണ്, ഞാൻ പറഞ്ഞ കോമ്പിനേഷൻ ആണ്. സോ മൾട്ടിപ്പിൾ വിത്ത് 5/9. സോ ഇതിൻ്റെ ആൻസർ 5.678 കിട്ടും. അത് എന്തിനുള്ള യൂണിറ്റ് എടുക്കുന്നത് വെച്ചാൽ ജൂള്, ഹവറിന് പകരം സെക്കൻഡ്, ഫീറ്റ് സ്ക്വയറിന് പകരം മീറ്റർ സ്ക്വയർ കെൽവിൻ. ഓക്കെ, ഇനി ജി എന്ന് പറയുന്നത് പൗണ്ട് ഫീറ്റ് സ്ക്വയർ അവർ ഇതേപോലെ തന്നെ കൺവേർട്ട് ചെയ്യാം. ഇത് കിലോഗ്രാമിൻ്റെ കൺവേർഷൻ, ഇത് മീറ്റർ സ്ക്വയറിലേക്ക്, ഇത് സെക്കൻഡിലേക്ക്. അപ്പോൾ 1.356 × 10⁻³ കിട്ടും. പൗണ്ടിന് പകരം കിലോഗ്രാം, ഫീറ്റ് സ്ക്വയറിന് പകരം മീറ്റർ സ്ക്വയർ, ഹവറിന് പകരം സെക്കൻഡ്. ഓക്കെ, കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ്. ഞാൻ പറഞ്ഞു ബി ടി യു പെർ ഹവർ ഫീറ്റ് സ്ക്വയർ ഡിഗ്രി ഫാൻ ഹീറ്റ് എച്ച് ആണ്. ഇതെന്തിലാണ് എടുക്കുന്നത്? എച്ച് ഡാഷ് ആയിട്ട് ഞാൻ കൊടുക്കുകയാണ്. എസ് ഐക്ക് പകരം എച്ച് ഡാഷ് കൊടുക്കുകയാണ്. അതേപോലെ ഇത് പൗണ്ട് പെർ ഫീറ്റ് സ്ക്വയർ അവറാണ്. കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയറിൽ കൊടുക്കുമ്പോൾ എന്തായിരിക്കണം? ജി ഡാഷ് ആയിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എച്ചിനെ 5.678 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? എച്ച് ഡാഷ് കിട്ടും. ക്ലിയർ അല്ലേ? എച്ചിനെ 5.678 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? എച്ച് ഡാഷ് കിട്ടും. അതേപോലെ ജീനെ 1.356 × 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ജി ഡാഷ് കിട്ടും. അപ്പോൾ എച്ച് ഡാഷ് എസ് ഐയിലാണ്, ജി ഡാഷ് എസ് ഐയിലാണ്. എച്ച് എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റിലാണ്. ദെൻ ജി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റിലാണ്. നമുക്ക് വേണ്ടത് എസ് ഐയിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളത്. ഇതേപോലെ ഓരോന്നും എടുക്കാം. കെ, സി പി, ഡി, മ്യൂ. ദെൻ അതേപോലെ അടുത്ത സി പി ബി ടി യു പെർ പൗണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ്. ബി ടി യുവിനെ ജൂളാക്കുക, ദെൻ പൗണ്ടിനെ കിലോഗ്രാം ആക്കുക, ഡിഗ്രി ഫാൻ ഹീറ്റ് കെൽവിനിലേക്ക് ആക്കുക. സോ ഇത്രയും കൺവേർഷൻ വരും. അപ്പോൾ 4186.5 എന്ന് വെച്ചാൽ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അടുത്ത കെനെ ബി ടി യു പെർ ഫീറ്റ് ഹവർ ഡിഗ്രി ഫാരൻ ഹീറ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത്രയും കൺവേർഷൻസ് വരും. 1055.3048, 3600, 5/9. അപ്പോൾ ബി ടി യുവിന് പകരം ജൂള്, ദെൻ ഇത് മീറ്റർ, സെക്കൻഡ്, കെൽവിൻ. ദെൻ അടുത്ത് ഫീറ്റിന് ഇതാക്കുമ്പോൾ മീറ്റർ, ഇത് എസ് ഐയിലാണ്. ദെൻ അടുത്ത് വിസ്കോസിറ്റീൻ്റെ കേസ് പൗണ്ട് ബൈ ഫീറ്റ് ഹവർ. പൗണ്ടിന് 0.4536, ഫീറ്റിന് 0.3048, ഹവറിന് 3600. സോ കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ പോലെ ഇതിന് സി പി ഡാഷ്, കെ ഡാഷ്, ഡി ഡാഷ്, മ്യൂ ഡാഷ്. അപ്പോൾ എച്ചിനെ 5.678 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എച്ച് ഡാഷ് കിട്ടുമെന്ന് പറഞ്ഞു. ജി ആകുമ്പോൾ 1.356 × 10⁻³ ജി ഡാഷ്. ഇനി സി പിൻ്റെ കേസിലാണെങ്കിൽ 4186.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? എസ് ഐ സിസ്റ്റത്തിലാവും സി പി ഡാഷ്. അതേപോലെ കെനെ 1.73 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കെ ഡാഷ്. ദെൻ ഡീനെ 0.3048 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡി ഡാഷ്. ദെൻ വിസ്കോസിറ്റീനെ 4.13 × 10⁻⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മ്യൂ ഡാഷ്. അപ്പോൾ ഇതെല്ലാം എസ് ഐ സിസ്റ്റത്തിലാണ്. ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റിൽ നിന്ന് നമ്മൾ എസ് ഐ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇതിനാണ് ശരിക്കും 5 മാർക്ക്. അത് കഴിഞ്ഞ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. ഇതിൽ നമ്മൾ എച്ചിന് പകരം എച്ച് ഡാഷ് കൊണ്ടുവരണം, ജിക്ക് പകരം ജി ഡാഷ് കൊണ്ടുവരണം, കെക്ക് പകരം കെ ഡാഷ് കൊണ്ടുവരണം, സി പിക്ക് പകരം സി പി ഡാഷ്, ഡിക്ക് പകരം ഡി ഡാഷ്, വിസ്കോസിറ്റിക്ക് പകരം വിസ്കോസിറ്റി ഡാഷ്. അതാണ് നമ്മളുടെ എയിം. എച്ച് × 5.678 = എച്ച് ഡാഷ്. ഇനിയാണെങ്കിൽ എച്ച് = എന്താ വരിക? എച്ച് ഡാഷ് ഡിവൈഡഡ് ബൈ 5.678. ശരിയല്ലേ? എച്ച് × 5.678 ആണ് എച്ച് ഡാഷ്. ഇനിയാണെങ്കിൽ എച്ച് = എച്ച് ഡാഷ് ഡിവൈഡഡ് ബൈ 5.678. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.026 ഇൻറ്റു ജി ടു ദ പവർ 0.8. ജിക്ക് പകരം എനിക്ക് എന്ത് എഴുതാം? ജി ഡാഷ് ബൈ 1.356 × 10⁻³ സോ ജി ഡാഷ് ബൈ 1.356 × 10⁻³ ദെൻ ജീൻ്റെ പവറിൽ എന്തുണ്ട്?
0.8 ഉണ്ട്. അതിനടുത്ത് കെൻ്റെ കേസ്, കെ ഇൻറ്റു 1.73 കെ ഡാഷ്. ഓക്കെ, സോ കെ ഈക്വൽ ടു എന്ത് വരും? കെ ഡാഷ് ബൈ 1.73. കെക്ക് പകരം എന്ത് കൊടുക്കാം? കെ ഡാഷ് ബൈ 1.73 കൊടുക്കാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0.67. ഇതിനടുത്ത് സി പി ഇൻറ്റു ദിസ് വാല്യൂ ഈക്വൽ ടു സി പി ഡാഷ്. അപ്പോൾ സി പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സി പി ഡാഷ് ബൈ 4186.5. സി പി ഡാഷ് ബൈ 4186.5 പവറിൽ 0.5. ദെൻ ഡിവൈഡഡ് ബൈ ഡയമീറ്ററിന് പകരം ഡി ഡാഷ് ബൈ 0.3048. അപ്പോൾ പവറിൽ എന്ത് വരും? 0.2. ഇനി വിസ്കോസിറ്റിക്ക് പകരം മ്യൂ ഡാഷ് ബൈ 4.13 ഇൻറ്റു 10⁻⁻4 പവറിൽ എന്ത് വരും? 0.47. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ എയിം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എച്ച് ഡാഷ് ബൈ 5.678 ഈക്വൽ ടു 0.026 ഇൻറ്റു ജി ഡാഷ് ബൈ 1.356 ഇൻറ്റു 10⁻³ പവറിൽ 0.8 ഉണ്ട്. സോ ഞാൻ ഇതിലെ കോൺസ്റ്റൻറ്റിന് മാത്രം ആദ്യം എടുത്തതാണ്. ജി ഡാഷ് പവറിൽ 0.8, ദെൻ കെ ഡാഷിൻ്റെ പവറിൽ 0.67, അതേപോലെ സി പി ഡാഷിൻ്റെ പവറിൽ 0.5. ഇനി 1/1.356 ഇൻറ്റു 10⁻³ അതിൻ്റെ പവറിൽ എന്തുണ്ട്? 0.8. അതിനടുത്ത് 1/1.73 അതിൻ്റെ പവറിൽ എന്തുണ്ട്? 0.67. അതേപോലെ 1/4186.5 അതിൻ്റെ പവറിൽ എന്തുണ്ട്? 0.5. അതിൻ്റെ പവറിൽ 0.67. ദെൻ ഡിനോമിനേറ്ററിൽ ഡി ഡാഷ് ടു ദ പവർ 0.2, ദെൻ മ്യൂ ഡാഷ് ടു ദ പവർ 0.47, ബാക്കി 1/0.3048 പവറിൽ 0.2, ദെൻ 1/4.13 ഇൻറ്റു 10⁻⁻4 പവറിൽ 0.47. സോ അടുത്ത എയിം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കോൺസ്റ്റൻറ്റ് മൊത്തത്തിൽ ഒരുമിച്ച്. സോ ഇത് സിംപ്ലിഫൈ ആണെങ്കിൽ ഇവിടെ 1/1.356 പവർ 0.8 എടുക്കുമ്പോൾ 196 പോയിൻറ്റ് കിട്ടും. 1/1.73 പവർ 0.67 എടുക്കുകയാണെങ്കിൽ 0.69 കിട്ടും. ഇത് 0.015 കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 1.268 കിട്ടും. ദെൻ ഇത് 38.94 കിട്ടും. ദെൻ ബാക്കിയുള്ളത് അതേപോലെ തന്നെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ജി ഡാഷ് പവറിൽ 0.8, കെ ഡാഷ് പവറിൽ 0.67, സി പി ഡാഷ് പവറിൽ 0.5, ദെൻ ഡി ഡാഷ് പവറിൽ 0.2, വിസ്കോസിറ്റി 0.47. സോ ഇതിൻ്റെ ലാസ്റ്റ് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. സോ എച്ച് ഡാഷ് ഇസ് ഈക്വൽ ടു 6.09 ഇൻറ്റു 10⁻³ ബാക്കി ജി ഡാഷ് 0.8, കെ ഡാഷ് 0.67, സി പി ഡാഷ് 0.5, ഡി ഡാഷ് 0.2, മ്യൂ ഡാഷ് 0.47. സോ നമ്മളുടെ ഇക്വേഷൻ ഗിവൺ ഇക്വേഷൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ എച്ച് ഇസ് ഈക്വൽ ടു 0.026 ഫോമിലായിരുന്നു. എച്ച് ഇസ് ഈക്വൽ ടു 0.026, ജി ഡാഷിന് പകരം ജി പവറിൽ 0.8, കെ ഡാഷിന് പകരം കെ പവറിൽ 0.67, സി പി ഡാഷിന് പകരം സി പി പവറിൽ 0.5 ഡിവൈഡഡ് ബൈ ഡി ടു ദ പവർ 0.2, വിസ്കോസിറ്റീൻ്റെ പവറിൽ 0.47. ഓക്കെ, അപ്പോൾ അതിനെ ഞാൻ ജി ഡാഷ് ആക്കി എന്ന് വെച്ചാൽ എസ് ഐ ആക്കി. കെക്ക് പകരം കെ ഡാഷ്, സി പിക്ക് പകരം സി പി ഡാഷ്, ഡിക്ക് പകരം ഡി ഡാഷ്, മ്യൂക്കിന് പകരം മ്യൂ ഡാഷ്, എച്ചിന് പകരം എച്ച് ഡാഷ്. അപ്പോൾ എൻ്റെ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ മാറിയിട്ടുണ്ട്. സോ ഒന്നുകിൽ ഇക്വേഷൻ എഴുതാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ ചോദിക്കും. രണ്ടായാലും മെത്തേഡ് തന്നെയാണ്. ആദ്യം ജീനെ ജി ഡാഷ് ആക്കാൻ വേണ്ടിയിട്ടുള്ളത് നോക്കുക, കെനെ കെ ഡാഷ് ആക്കുക, സി പിനെ സി പി ഡാഷ്, ഡീനെ ഡി ഡാഷ്, മ്യൂവിനെ മ്യൂ ഡാഷ്, എച്ചിനെ എച്ച് ഡാഷ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എച്ചിനെ ഒരു കൺവേർഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എച്ച് ഡാഷ് കിട്ടുക, അല്ലേ? അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ വരിക? എച്ച് ഡാഷ് ബൈ ആ കൺവേർഷൻ ഫാക്ടർ, അതാണ് എച്ച് ഡാഷ് ബൈ 5.678 വന്നത്. അപ്പോൾ എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ കെ ഡാഷ് ബൈ 1.73, ഇവിടെയാണെങ്കിൽ നമ്മളെ ജി ഡാഷിൻ്റെ കേസ്, അല്ലെങ്കിൽ സി പി ഡാഷ് ബൈ 4186, ഡി ഡാഷ് ബൈ 0.3048 അങ്ങനെ. അപ്പോൾ
ഇത് സോൾവ് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, ഇതിനാണ് ബാക്കി 5 മാർക്ക്. ഓക്കെ, ഇതിനടുത്തൊരു കൺവേർഷൻ്റെ പ്രോബ്ലം കൂടെ, ഇതും കൂടെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഹീറ്റ് കപ്പാസിറ്റി ഓഫ് മിക്സ്ചർ in given a Cp equal to 7.13 plus 0.577 into 10 raised to minus 3 small t plus 0.02468 into 10 to the power minus 6 small t square. അപ്പോൾ ഇതിൽ സി പി എന്ന് പറയുന്നത് ബി ടി യു പെർ പൗണ്ട് മോൾ ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്, ടി എന്ന് പറയുന്നത് ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ചേഞ്ച് ദ ഇക്വേഷൻ ടു ദ ഫോം ഇൻ വിച്ച് സി പി എന്തിലേക്ക് ആക്കണം, കിലോ ജൂൾ പെർ കിലോ മോൾ കെൽവിൻ ആൻഡ് ടെമ്പറേച്ചർ ഈസ് ഇൻ കെൽവിൻ. അപ്പോൾ സി പിനെ ഞാൻ കിലോ ജൂൾ പെർ കിലോ മോൾ കെൽവിൻ ആക്കുമ്പോൾ ഞാനതിന് കൊടുത്താണ് സി പി ഡാഷ്. ഓക്കെ, സി പി ഡാഷ് എന്ന് വെച്ചാൽ എന്താണ്, കിലോ ജൂൾ പെർ കിലോ മോൾ കെൽവിൻ. അടുത്തത് ഡിഗ്രി ഫാരൻഹീറ്റിലാണ് സ്മോൾ ടി ഉള്ളത്, ഞാൻ കെൽവിനിലേക്ക് ഞാൻ കൊടുത്താണ് ക്യാപിറ്റൽ ടി, അതായത് ക്യാപിറ്റൽ ടി ഈസ് ഇൻ കെൽവിൻ. ടൈം എന്താണെന്ന് വെച്ചാൽ ഡിഗ്രി ഫാരൻഹീറ്റിൽ നിന്ന് കെൽവിനിലേക്ക് കൊണ്ടുപോകണം. സോ നമുക്കറിയാം ഡിഗ്രി ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസും നമ്മൾ റിലേഷൻ ഇതാണ്, ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു 9/5 + 32 ചെയ്താൽ ഡിഗ്രി ഫാരൻഹീറ്റ് കിട്ടും. അപ്പോൾ നമുക്കറിയാം കെൽവിൻ ആണെങ്കിൽ കെൽവിന്ന് 273 സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും, ഡിഗ്രി സെൽഷ്യസ് കിട്ടും, ഇൻറ്റു 9/5 + 32. അപ്പോൾ ഡിഗ്രി ഫാരൻഹീറ്റാണ് നമ്മൾ സ്മോൾ ടി എടുക്കുന്നത്. സോ സ്മോൾ ടി ഈക്വൽ ടു കെൽവിനിൽ ഞാൻ കൊടുത്തിരിക്കുകയാണ് എന്ത്, ടെമ്പറേച്ചർ ഇൻ കെൽവിന് ഞാൻ കൊടുത്താണ് ക്യാപിറ്റൽ ടി. അപ്പോൾ ടി -273 ചെയ്താൽ ഡിഗ്രി സെൽഷ്യസ് ആവും, ഇൻറ്റു 9/5 + 32. ഇതാണ് എൻ്റെ കൺവേർഷൻ. നമ്മൾ സി പി എടുക്കുന്നത് ബി ടി യു പെർ പൗണ്ട് മോൾ ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇത് നമുക്ക് എത്തിക്കേണ്ടത് കിലോ ജൂൾ പെർ കിലോ മോൾ കെൽവിനിലേക്കാണ്. അപ്പോൾ ഞാൻ സി പി ഡാഷ് എഴുതുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബി ടി യുവിനെ കിലോ ജൂളാക്കുക, ജൂളാക്കാൻ 1055 ആകുമ്പോൾ ഇത് 1.055 വരും അല്ലേ. ഇനി പൗണ്ടിന് എങ്ങനെയാണോ കിലോഗ്രാം ആക്കുക അതേപോലെ തന്നെയാണ് പൗണ്ട് മോളിനെ കിലോ മോൾ ആക്കുക, എന്ന് വെച്ചാൽ 0.45 ആ കൺവേർഷൻ 4536. ദെൻ ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ ആക്കുമ്പോൾ 5/9 കൺവേർഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാണ്. അവിടെ നമുക്ക് കിലോ ജൂളിന് പകരം ജൂളായിരുന്നു. അപ്പോൾ സി പി ഡാഷ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സി പിന് എന്ത് ചെയ്യേണ്ടി വരും, 4.186 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. നേരത്തെ 4186 ആയിരുന്നു, കാരണം അത് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആയത്. ഇത് കിലോ ജൂൾ ആയതുകൊണ്ട് 4.186. അപ്പോൾ ഇതിൽ സി പി ഡാഷ് എടുക്കുന്നത് കിലോ ജൂൾ പെർ കിലോ മോളിൽ, സി പി എടുക്കുന്നത് ബി ടി യു പെർ പൗണ്ട് മോള് ഇതിൽ ഡിഗ്രി ഫാരൻഹീറ്റ്. ദെൻ 4.186 ആണ് എൻ്റെ കൺവേർഷൻ ഫാക്ടർ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും എന്താ വെച്ചാൽ ഇവിടെ സി പിക്ക് പകരം എന്ത് കൊടുക്കേണ്ടി വരും, സി പി ഡാഷ് ഡിവൈഡഡ് ബൈ 4.186 കൊടുക്കേണ്ടി വരും. കെൽവിനാക്കുന്ന കേസ് പറഞ്ഞു, അതായത് സ്മോൾ ടി എന്ന് പറയുന്നത് ഡിഗ്രി ഫാരൻഹീറ്റിലാണ്, ക്യാപിറ്റൽ ടി കെൽവിനാണ്. സോ ടി -273 ഇൻറ്റു 9/5 എന്ന് വെച്ചാൽ വേണമെങ്കിൽ എഴുതാം 1.8 + 32. സോ ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ 1.8 ടി ഇങ്ങോട്ടേക്ക് ചെയ്യാം, 1.8 ടി -273 ഇൻറ്റു 1.8 -273 1.8 + 32. സോ അത് സോൾവ് ചെയ്യുകയാണെങ്കിൽ 459.4. അപ്പോൾ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്മോൾ ടി ഉള്ളിടത്തൊക്കെ എന്ത് കൊടുക്കുക, 1.8 ടി -459.4. ദെൻ സി പിക്ക് പകരം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് കൊടുക്കുക, സി പി ഡാഷ് ഡിവൈഡഡ് ബൈ 4.186. സി പി ഡാഷ് ഡിവൈഡഡ് ബൈ 4.186 ഈക്വൽ ടു 7.13 പ്ലസ് 0.577 ഇൻറ്റു 10 raised to -3 ഇൻറ്റു ടിക്ക് പകരം എന്ത് കൊടുക്കുക, 1.8 ടി -459.4. ഇനി അടുത്തത് പ്ലസ് 0.02468 ഇൻറ്റു 10 raised to -6. സ്മോൾ ടിക്ക് പകരം എന്ത് കൊടുക്കുക, 1.8 ടി -459.4 സ്ക്വയർ. ഇതൊരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ 5 മാർക്ക് അത്രേ ചോദിക്കുള്ളൂ. ഇതിൽ സിംപ്ലിഫൈ ആണെങ്കിൽ ഇത് 7.13 then 0.57 into 10 raised to -3 -459.4 എന്ന് പറയുമ്പോൾ -0.65. then അടുത്തത് -459.4, ഇവിടെ a - b ഹോൾ സ്ക്വയർ വരുമ്പോൾ b സ്ക്വയർ വരും. അപ്പോൾ 459.4ൻ്റെ സ്ക്വയർ 5.2 into 10 raised to -3. അതുപോലെ ടീൻ്റെ ടേം എന്ന് പറയുമ്പോൾ 0.577 into 10 raised to -3 into 1.8 ടി ഉണ്ടാവും. അതേപോലെ ഇവിടെ a - b ഹോൾ സ്ക്വയർ വരുമ്പോൾ ഒരു -2ab വരും. അപ്പോൾ 2 into 1.8 ടി ഇൻറ്റു ദിസ് വാല്യൂ ഉണ്ടാവും. രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് a around 1.03. അടുത്ത ടി സ്ക്വയറിൻ്റെ ടേം എന്ന് വെച്ചാൽ 1.8 ടിയുടെ സ്ക്വയർ ഇൻറ്റു ദിസ് വാല്യൂ. അപ്പോൾ 7.99 into 10 raised to -8 ടി സ്ക്വയർ. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സി പി ഡാഷ് മാത്രം എഴുതണം. എന്ന് വെച്ചാൽ എൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എൻ്റെ
കിലോ ജൂൾ പെർ കിലോ മോൾ കെൽവിനിലേക്ക് കൊണ്ടുവന്ന സി പി ഡാഷ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, 4.186 കൊണ്ട് ഇത് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 4.186 ഇൻറ്റു ദിസ് വാല്യൂ മൊത്തത്തിൽ. ഇതിൽ ഈ കോൺസ്റ്റൻറ്റ് ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ 6.87 കിട്ടും. ദെൻ നമ്മൾ മൊത്തത്തിൽ 4.186 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ സി പി ഡാഷ് ഇസ് ഈക്വൽ ടു 28.758 പ്ലസ് 4.312 10 - 3t പ്ലസ് 3.34 10 - 7 t സ്ക്വയർ. ഞാൻ കൺവേർഷൻ 4.186 എടുത്തിട്ടുള്ളൂ, വേണമെങ്കിൽ 4.186 എടുക്കാം. അതേപോലെ തന്നെ ഞാൻ ടെമ്പറേച്ചർ 273 ആണ് ഞാൻ സബ്ട്രാക്ട് ചെയ്യാൻ ഉപയോഗിച്ചത്, വേണമെങ്കിൽ 273.15 എടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ വാല്യൂസിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, അറൗണ്ട് ഇത് തന്നെയായിരിക്കും, വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ യൂണിറ്റ് കൺവേർഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇമ്പീരിക്കൽ ഇക്വേഷൻ വരുമ്പോൾ മാത്രം നമ്മൾ തന്നിരിക്കുന്ന വാല്യൂ ഇൻറ്റു കൺവേർഷൻ ഫാക്ടർ ഈക്വൽ ടു എന്ത് കൊടുക്കുക, ന്യൂ വാല്യൂ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ പറയുന്ന പോലെ സി പി ഇൻറ്റു എന്താണോ കൺവേർഷൻ ഫാക്ടർ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കുക, സി പി ഡാഷ്. ഈ സി പി ഡാഷിലാണ് എനിക്ക് എക്സ്പ്രഷൻ എഴുതേണ്ടത്. അപ്പോൾ സി പി ഡാഷ് എഴുതണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന ഇക്വേഷൻ സി പിയിലാണ്, ആ സി പിയിൽ കൊണ്ടുപോയിട്ട് എന്ത് കൊടുക്കുക, സി പി ഡാഷ് ഡിവൈഡഡ് ബൈ ആ കൺവേർഷൻ ഫാക്ടർ. അത് കഴിഞ്ഞിട്ട് ആ കൺവേർഷൻ ഫാക്ടർ പ്രതി കൊണ്ടുപോയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 4.186 മൾട്ടിപ്ലൈ ചെയ്ത പോലെ. സോ ഇതായിരിക്കും നമ്മളുടെ ആൻസർ. ഇവിടെ ഡിഗ്രി ഫാരൻഹീറ്റിലായിരുന്നു, ഇത് എന്തിലേക്ക് വന്ന്, കെൽവിനിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു ഇത് ടെമ്പറേച്ചർ കൺവേർഷൻ മാത്രമാണ്, ഇത് കോമ്പിനേഷൻ അല്ല. നമ്മൾ 2 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, ഇമ്പീരിക്കൽ ഇക്വേഷൻ്റെ കേസും അതേപോലെ തന്നെ ഇതിൻ്റെ കേസും. രണ്ടിലും ഡിഫറൻസ് നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ കൺവേർഷൻ ചെയ്യുമ്പോൾ എന്താണ് പവറിൽ വരുന്നതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറന്നു വരുത്. അത്രയേ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളൂ. ഓക്കെ, താങ്ക് യു.